എല്ലാവർക്കും എൻ്റെ നമസ്തേ. ഞാൻ ഷൈന അഭിനന്ദ്, ICPR പോസ്റ്റ് ഡോക്ടറൽ ഫെലോയാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റിയാണ്. മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ലൈഫ് കോച്ച്. മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് മാനിഫെസ്റ്റേഷൻ വളരെ വേഗത്തിൽ സാധ്യമാക്കി എടുക്കുവാൻ കഴിയുള്ളൂ. മനോനിയന്ത്രണം എങ്ങനെ നമുക്ക് സാധ്യമാക്കിയെടുക്കാമെന്ന് പ്രതിപാദിക്കുന്ന ഭാരതത്തിലെ അതിശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനോട് എങ്ങനെയാണ് മനസ്സിനെ നിയന്ത്രിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. ചഞ്ചലം ഹിമന കൃഷ്ണ പ്രമാദിബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സദുഷ്കരം. എന്തെന്നാൽ മനസ്സിളകിക്കൊണ്ടിരിക്കുന്നതും ഇന്ദ്രിയങ്ങളെ മഥിക്കുന്നതും ശക്തിയുള്ളതും വിഷയങ്ങളോട് ദൃഢമായി പറ്റി നിൽക്കുന്നതുമാകുന്നു. കൃഷ്ണ, മനസ്സിനെ അടക്കി നിർത്തുക എന്നത് കാറ്റിൻ്റെ ഗതിയെ തടഞ്ഞു നിർത്തുന്നത് പോലെ ദുഷ്കരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ അതേ പ്രശ്നം തന്നെയാണ് ആരുന്നയിക്കുന്നതും അർജുനൻ ഭഗവാനോട് ഉന്നയിക്കുന്നതും. കൃഷ്ണ, കാറ്റിൻ്റെ ഗതിയെ നിയന്ത്രിക്കുന്നത് പോലെ ദുഷ്കരമാണ് മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്. സർവത്ര വിഷയങ്ങളോട് ഒട്ടി നിൽക്കാൻ താല്പര്യമുള്ളതാണ് ഈ മനസ്സ്. അനിയന്ത്രിതമായിട്ടുള്ള ചിന്തകളെ എന്നിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ മനസ്സ്. ഈ മനസ്സിനെ പെട്ടെന്ന് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര എളുപ്പമല്ല എന്നാണ് അർജുനൻ ഇവിടെ ഭഗവാനോട് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത് തന്നെയാണ് അർജുനൻ പറഞ്ഞത്. ഇനി നമുക്കും ഇതേ സംശയമുണ്ട്. ഇനി ഭഗവാൻ എന്താണ് ഇത് കേട്ടിട്ട് പറയാൻ പോകുന്നത്? ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? എങ്കിൽ നമുക്കും അതറിയാം ഭഗവാൻ എന്താണ് പറയാൻ പോകുന്നത്. അർജുനൻ പറഞ്ഞത് സത്യമാണെന്ന് പറയുന്നുണ്ടോ? അതല്ലെങ്കിൽ അത് അങ്ങനെയല്ലെന്ന് പറയുന്നുണ്ടോ? അർജുനന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഉപാധികളുണ്ടെന്ന് ഭഗവാൻ പറയുന്നുണ്ടോ? അർജുനന് രക്ഷപ്പെടാൻ ഒരു ഉപാധി ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ഉപാധിയാണ്. കാരണം അർജുനൻ ഇന്ന് നിൽക്കുന്ന അവസ്ഥ ഓരോ സാധാരണ മനുഷ്യനും നിൽക്കുന്ന അതേ അവസ്ഥ തന്നെയാണ്. നമുക്ക് നോക്കാം ഭഗവാൻ എന്താണ് പറയുന്നതെന്ന്. അസംശയം മഹാബാഹോ മനോദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. ഹേ മഹാബാഹുവായ അർജുന, മനസ്സടക്കി നിർത്താൻ പ്രയാസമുള്ളതും ചഞ്ചലവുമാണെന്നുള്ളതിന് സംശയമില്ല. എങ്കിലും ക്രമമായ അഭ്യാസം കൊണ്ടും വിഷയങ്ങളിലുള്ള അനാസക്തി കൊണ്ടും മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. എത്ര മനോഹരമായിട്ടാണ് ഭഗവാൻ അത് പറഞ്ഞിരിക്കുന്നത്. അർജുനൻ പറഞ്ഞ ഓരോ കാര്യത്തെയും ഭഗവാൻ അംഗീകരിക്കുകയാണ്. അസംശയം മഹാബാഹോ, സംശയിക്കേണ്ട കാര്യമേ ഇല്ല. അതായത് അങ്ങ് പറഞ്ഞതൊക്കെ സത്യമാണ് അർജുന. മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ദുഷ്കരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതോടൊപ്പം ഭഗവാൻ പറയാണ്, എന്നാൽ അത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല, സാധ്യമാണ്. എങ്ങനെ? നിരന്തരമായ അഭ്യാസം, അതായത് കണ്ടിന്യൂസ് പ്രാക്ടീസ് കൊണ്ടും അനാസക്തി അഥവാ ഡിറ്റാച്ച്മെൻറ്റ് കൊണ്ടും സംഭവിപ്പിക്കാം. ഇവിടെ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ ആസക്തി ഇല്ലാതെ നിൽക്കുക. ആസക്തി ഇല്ലാതെ നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന അവസ്ഥയാണെന്ന് കരുതരുത്. ഒരു സാധാരണ മനുഷ്യൻ്റെ മനസ്സ് 100 കാര്യങ്ങളിലോ 1000 കാര്യങ്ങളിലോ ഒരേ സമയം പോയി ഒട്ടി നിൽക്കും. തനിക്ക് വേണ്ടതെന്താണെന്നോ തനിക്ക് വേണ്ടാത്തതെന്താണെന്നോ പോലും ഈ മനസ്സിന് സത്യത്തിൽ അറിയില്ല. അപ്പോൾ എനിക്ക് അത് വേണം, എനിക്കിത് വേണം, എനിക്ക് എങ്ങോട്ടെങ്കിലും പോകണം, എനിക്ക് ഇന്ന ഡെസ്റ്റിനേഷൻ എന്നുള്ളതൊന്നും കാണൂല. എനിക്ക് അവിടെ പോകണം, എനിക്ക് ഇവിടെ പോകണം, എനിക്ക് ഡോക്ടറാവണം, കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് എഞ്ചിനീയർ ആവണം, എനിക്കൊരു ടീച്ചറാവണം, എന്തൊക്കെയോ ആകണം എന്നുള്ള ചിന്ത മാറ്റിയിട്ട് അവനവനെ തന്നെ അനലൈസ് ചെയ്തിട്ട് ഈ 1000 തോട്ട്സിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ 100 കാര്യങ്ങളിൽ ഒട്ടി നിൽക്കുന്ന അവസ്ഥയെ മാറ്റി തൻ്റെ പർപ്പസ് ഓഫ് ലൈഫിനെ റിയലൈസ് ചെയ്യുകയും ആ ഒരൊറ്റ
കാര്യത്തിലേക്ക് തൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരികയും ചെയ്യുന്നതിലാണ് കാരണം. അപ്പോൾ മനസ്സിന് ശക്തി കൂടുമോ ശക്തി കുറയുമോ? ഒരേ സമയം 1000 കാര്യങ്ങളിൽ ഫോക്കസ് ആയിരിക്കുന്ന മനസ്സിനാണോ ശക്തി? ഒരു സമയം ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കുന്ന മനസ്സിനായിരിക്കുമോ ശക്തി? ശരിക്കും ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്ന മനസ്സിന് അപാരമായ ശക്തി ഉണ്ടാകും. ഇനി എങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഡിറ്റാച്ച്ഡ് ആയിരിക്കണം, അനാസക്തനായിരിക്കണമെന്ന്. ഇനി എങ്ങനെ നമുക്ക് നമ്മുടെ ഗോളിൽ അനാസക്തനായിട്ടിരിക്കാം? ഒറ്റ കാര്യമുള്ളൂ, സെൽഫിഷായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഗോളിനെ ചെയ്യാൻ പോകുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ലൈഫ് കോച്ചായി മാറുക എന്നതാണ് എൻ്റെ പർപ്പസ് അഥവാ എൻ്റെ ഏറ്റവും വലിയ ഗോൾ എന്നിരിക്കട്ടെ. അപ്പോൾ എനിക്കിതിന് പിന്നിലൊരു ഇൻറ്റൻഷൻ ഉണ്ടാവും. എന്തിനാണ് ഞാനൊരു ലൈഫ് കോച്ച് ആകുക എന്നുള്ളത്. ഇപ്പം സെൽഫിഷ് ആയിട്ടുള്ളൊരു ഇൻറ്റൻഷനാണ് എനിക്കുള്ളതെങ്കിൽ ഇത് നല്ലൊരു ഫാൻറ്റസിയുള്ള കരിയറാണ്, ഒരുപാട് പേരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ അത്യാവശ്യം പഠിച്ചു വെച്ചാൽ മതി, ധാരാളം സ്റ്റുഡൻസിനെ കിട്ടും, പിന്നെ ആര് വർക്ക് ചെയ്താലും റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനൊരു സെൽഫ് ഹീൽ നടത്തിയില്ലെങ്കിൽ പോലും ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവർക്ക് റിസൾട്ട് കൊണ്ടുവരും. അപ്പോൾ എനിക്ക് പഠിപ്പിക്കുന്നതിനനുസരിച്ച് റെമ്യൂണറേഷൻസ് കൂടിക്കൊണ്ടേയിരിക്കും, എനിക്കിഷ്ടം പോലെ സമ്പാദിക്കാം, എനിക്ക് വലിയ ബില്യനറാകാം, എനിക്ക് വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെയാണ് എങ്കിൽ എൻ്റെ കർമ്മത്തിൻ്റെ ഉദ്ദേശം എന്താണ്? സെൽഫിഷാണ്. ഇവിടെ ഞാൻ എന്നെ മാത്രമേ ഉള്ളൂ, എനിക്കൊരു കരിയർ വേണമെന്നുള്ളത് കൊണ്ട് കുറേ സ്റ്റുഡൻസിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ദാറ്റ്സ് ഓൾ. അറ്റ് ദ സെയിം ടൈം എൻ്റെ ഇൻറ്റൻഷൻ ആസ് എ ലൈഫ് കോച്ച് എൻ്റെ ജീവിത സിറ്റുവേഷൻസിൽ നിന്ന് ഹെൽപ്ലെസ്സായി നിന്ന സിറ്റുവേഷനിൽ എങ്ങനെയാണോ ഈ കാര്യങ്ങൾ എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തിയപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എനിക്ക് വിജയിക്കാൻ പറ്റിയത്, ആ കാര്യങ്ങളെ യാതൊരു വിധത്തിലുള്ള സെൽഫിഷായിട്ടുള്ള കാര്യത്തിന് ഉപയോഗിക്കാതെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിലേക്ക് ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരണം. അപ്പോൾ ചോദിക്കുക, എന്നാൽ ടീച്ചർ കാശ് വാങ്ങുന്നില്ലേ? എന്നാൽ കാശ് വാങ്ങിയേ പറ്റുള്ളൂ. കാശില്ലാതെ ആർക്ക് എന്ത് കൊടുത്താലും അതിനൊരു വാല്യൂ ഉണ്ടാവില്ല, ആരും നമ്മളെ ശ്രദ്ധിക്കാൻ പോലും ഉണ്ടാവില്ല. പിന്നെ ഇത് നമ്മുടെ സർവൈവിങ് ഫാക്ടർ കൂടെയാണ്. ഇഷ്ടമുള്ള കരിയർ ചെയ്യുമ്പോൾ ആ കരിയറിൽ നിന്ന് നമുക്ക് സമ്പാദിക്കാനും കഴിയണം, കാശുണ്ടാക്കണം. ഇനി ഈ സമ്പാദിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ട് മാത്രം, നമുക്ക് വേണ്ടിയിട്ട് മാത്രമാണോ? ഒരിക്കലും ആകരുത്. നമ്മൾ എത്രയാണോ ഏൺ ചെയ്യുന്നത് അതിൻ്റെ 10%, അതെത്രയോ ആയിക്കോട്ടെ. ചിലപ്പോൾ നിങ്ങൾക്ക് 1000 രൂപയെ ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളതായിരിക്കും, അതിൻ്റെ 100 രൂപ നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല. അത് പ്രപഞ്ചത്തിൽ ഈശ്വരൻ്റെ മറ്റ് സൃഷ്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങളുടെ സഹജീവികൾക്ക്, മനുഷ്യർക്കാകാം, മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു മൃഗങ്ങൾക്കോ ജീവജാലങ്ങൾക്കോ കിളികൾക്ക് ഫുഡ് വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. എല്ലാം എൻ്റെ സഹജീവികളാണ്, എൻ്റെ സഹോദരങ്ങളാണ്. അൺകണ്ടീഷണൽ ലവ് ഒക്കെ നമ്മളിൽ സ്റ്റാർട്ടായി കഴിയുമ്പോൾ നമുക്കറിയാം മനുഷ്യർ മാത്രമല്ല നമ്മുടെ സഹജീവികൾ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ 10% നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ചാരിറ്റി ചെയ്യണം. ചാരിറ്റി എന്ന പേരല്ല അതിന് ശരിക്കും കൊടുക്കേണ്ടത്. വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് പോലെ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി, എൻ്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ സഹജീവികളെ സഹായിക്കുക എന്നുള്ളത്. ആ സഹായം കൊണ്ട് എന്ത് മെച്ചപ്പെടും? നമ്മുടെ സമൂഹം മെച്ചപ്പെടും. അപ്പോൾ എൻ്റെ ഇൻറ്റൻഷൻ ഈസ് വളരെ പരിശുദ്ധമായിട്ടുള്ള ഇൻറ്റൻഷനാണ്. അപ്പോൾ 1000 രൂപയിൽ നിന്ന് 10% കൊടുക്കുന്ന എനിക്ക് എൻ്റെ വരുമാനത്തെ യൂണിവേഴ്സ് കൂട്ടിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് എൻ്റെ 10% വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ 10% വർദ്ധിക്കുന്നതിനനുസരിച്ച് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ സഹജീവികളുടെ ലൈഫും മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഇൻറ്റൻഷൻ എന്താണ്? സെൽഫ്ലെസ് ആണ്. ഈ സെൽഫ്ലെസ് ആയിട്ടുള്ള ഇൻറ്റൻഷനിൽ എനിക്കെന്തറിയാം? ഞാൻ ആ പരമമായ ഈശ്വരൻ്റെ ഒരു ഉപകരണം മാത്രമാണെന്നും ആ ഉപകരണമായ ഞാൻ ഈശ്വരൻ്റെ ഇൻറ്റൻഷന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരെ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളത് ഈശ്വരാധീനമായിട്ട് എന്നിൽ വന്ന കർമ്മമാണ്. അത് ഞാൻ ഈശ്വരാർപ്പണമായി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കൂട്ടത്തിൽ എൻ്റെ ജീവിതവും മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, എൻ്റെ സ്റ്റുഡൻസിൻ്റെ ജീവിതവും മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, എൻ്റെ സഹജീവികളുടെ ജീവിതവും മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഏത് രീതിയിലുള്ളത്? ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള മനസ്സിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ 2 മെത്തേഡിലൂടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാമെന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ധൈര്യമായിട്ട് നമുക്കിരിക്കാം.
ഈ മരഞ്ചാടി കുരങ്ങനെ പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിനെ തീർച്ചയായിട്ടും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഒരു സംശയവും വേണ്ട. അതിനു വേണ്ടി ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്.